ഇതാണ് ഞങ്ങളുടെ ചക്ക, അതായത് ലക്ഷദ്വീപിലത്തെ സ്ട്രീറ്റ് ഫ്രൂട്ടായിട്ടുള്ള ചക്ക. ഇതിന് നിങ്ങൾ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് നമ്മൾ നല്ലപോലെ വൃത്തിയാക്കണം. എന്നിട്ട് ഇതിൻ്റെ നടുക്കുള്ള സാധനം കളഞ്ഞിട്ട് നമ്മളിതിനെ കനം കുറഞ്ഞ് വീതിയിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന വലിയ ചക്കയില്ലേ, അതിന് നമ്മുടെ ഇവിടെ മലിയാൻ ചക്കയെന്നും ഇതിന് നമ്മൾ ചക്കയെന്നാണ് പറയുന്നത്, ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളിങ്ങനെ കനം കുറഞ്ഞ് അരിഞ്ഞ സാധനം എടുത്തിട്ട് നമ്മൾ നല്ലപോലെ കഴുകണം കേട്ടോ. ഇതിൽ നല്ല ചവറൊക്കെ ഉണ്ടാവും, അത് പോകണം. പിന്നെ ഇത് കണ്ടു, ഇതൊരു എലാസ്റ്റിസിറ്റി കണ്ടു ഇതിന്. ഇത് പഴുത്ത ചക്കയാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. പച്ച ചക്കയാണെങ്കിൽ ഈ എലാസ്റ്റിസിറ്റി ഇതിനുണ്ടാവില്ല. പിന്നെ നമ്മൾ തേങ്ങ ചിരകണം. തേങ്ങ ചിരകുന്നത് എനിക്ക് ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പാലെടുത്ത്, ഒന്നാം പാലെടുക്കുമ്പോൾ കുറച്ചുകൂടെ റിച്ചായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നല്ലപോലെ കഴുകണം. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പല വീട്ടിലും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് പാലിൽ ഇതിട്ടു, വെള്ളം നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ. ഇതിൽ പാലിട്ടു. പിന്നെ മല്ലൻ ശർക്കര, ഇത് പനശർക്കരയാണ് ഞങ്ങളുടെ ഇവിടെ മല്ലം എന്ന് പറയും, അതിട്ടു നമ്മൾ. എന്നിട്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഇടാം. ഇത് തീയിൽ വെച്ച് കുതിർന്നു പോകും, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ഇട്ടത്. പിന്നെ കുറച്ച് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ജീരകം പൊടിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ചക്ക ഫാലിപ്പുളുക്കി എന്ന് പറയുന്നത്. ലക്ഷദ്വീപുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും താഴെ പറയണേ.